ഹിന്ദു ഐക്യവേദിയുടെ ആർ.വി. ബാബു ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആർ.വി. ബാബു, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു SITയുടെ ഭാഗത്തു നിന്നും. മുരാരി ബാബു എന്ന രണ്ടാം പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തുടർ നടപടികളുമായി SIT മുന്നോട്ട് പോകുന്നു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ ഭക്തജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരു കാര്യമാണോ ഇത്? തുടർ നടപടികൾ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകും എന്ന് വേണോ നമ്മൾ ഈ നീക്കത്തിൽ നിന്നും മനസ്സിലാക്കാൻ? ഈ വിഷയത്തെ സംബന്ധിച്ച് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത നടപടി സ്വാഗതാർഹമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഏകദേശം 10 പ്രതികളാണ് ഈ കേസിലുള്ളത്. ദേവസ്വം ബോർഡ് മെമ്പർമാരടക്കം കണക്ക് കൂട്ടിയാൽ 10 പ്രതികളാണ് ഇതിനകത്തുള്ളത്. ഈ 10 പ്രതികളെയും ചോദ്യം ചെയ്യുകയും കസ്റ്റഡി എടുക്കുകയും ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ. എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം അറസ്റ്റ് ചെയ്ത് 15 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് മുരാരി ബാബുവിനെ കസ്റ്റഡി എടുക്കുന്നു? ബാക്കിയുള്ള ആളുകളെ എന്തുകൊണ്ടാണ് SIT ചോദ്യം ചെയ്യാത്തത്, കസ്റ്റഡി എടുക്കാത്തത് എന്നതിനെ സംബന്ധിച്ച് വളരെ സംശയാസ്പദമാണ്. കോടതി വളരെ സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞിട്ടുണ്ട് അന്വേഷണത്തെ സംബന്ധിച്ച്. എങ്കിലും എന്തുകൊണ്ടാണ് പ്രതികളാക്കപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യാനോ കസ്റ്റഡി എടുക്കാനോ ഇത്ര വൈകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. ആ കാര്യത്തിൽ ഇപ്പോ കോടതിയുടെ നടപടികളിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കോടതി നേരിട്ട് നിശ്ചയിച്ചതാണ്. കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുമ്പോൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഈ തരത്തിൽ പ്രതികളാക്കപ്പെട്ട ആളുകളെ അവർക്ക് വേണ്ടത്ര രീതിയിൽ തെളിവുകൾ നശിപ്പിക്കാനും അതേപോലെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ സൃഷ്ടിക്കാനും ഒക്കെയുള്ള സാഹചര്യം കിട്ടുന്ന തരത്തിലേക്ക് ഇത്രയും വൈകുന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ട്. മുരാരി ബാബുവിനെ ഇപ്പൊ കസ്റ്റഡി എടുത്തത് സ്വാഗതാർഹമാണ്. അക്കാര്യത്തിൽ ഞങ്ങൾ അതിനോട് ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. തെളിവെടുപ്പ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇനി അന്വേഷണ സംഘം കടക്കേണ്ടതുമുണ്ട്. അത് ഇപ്പോ നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ആണ് നമ്മളിപ്പോ 15 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോ പലർക്കും പല രീതിയിലും ഈ തെളിവുകൾ നശിപ്പിക്കാനും രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുകയാണ്. അപ്പോ അതിലേക്ക് എത്താൻ പാടില്ലാത്തതായിരുന്നു. ഇത്രയും സമയം വൈകുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല. SIT ആരെയാണ് ഭയപ്പെടുന്നതെന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോ കോടതി തന്നെ ഇപ്പോ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഏത് മാനദണ്ഡത്തിലാണ് നടത്തിയിരിക്കുന്നത്, എന്താണ് കോടതിക്ക് മറച്ചു വെക്കാനുള്ളത്, ഒളിച്ചു വെക്കാനുള്ളതെന്ന് അറിയില്ല. എന്താണ് ജനങ്ങളിൽ നിന്ന്, കാരണം ഓപ്പൺ കോർട്ടിലാണ് ഇത്തരം കേസുകൾ കേൾക്കുക. അതല്ലാത്ത പ്രത്യേക സാഹചര്യമൊന്നും ഈ കേസിനില്ല. ഈ കേസ് ഒരു കളവ് കേസാണ്. യഥാർത്ഥത്തിൽ ഈ കേസ് ഒരു കളവ് കേസാണ്. ഉന്നതന്മാരുൾപ്പെട്ട ഒരു കളവ് കേസാണ്. ഇപ്പോ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കേസുകൾ കൈകാര്യം ചെയ്തത് ഓപ്പൺ കോർട്ടിലാണ്. നമുക്കറിയാം, കേരളത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതിയായിട്ടുള്ള സ്വർണ്ണക്കേസ് അടക്കമുള്ളത് കേട്ടത് ഓപ്പൺ കോർട്ടിലാണ്. ഈ കേസ് എന്തിനാണ് ഇത്തരത്തിൽ കേൾക്കുന്നത്? അത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ ഒരു ആരുടെയെങ്കിലും പേര് വരുന്നത് കോടതിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമോ? എനിക്കറിയില്ല. ഒരു കൃത്യമായ ന്യായീകരണം കോടതി ഈ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കോടതി തന്നെ പറയുന്നു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണം? എന്തുകൊണ്ട് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം കോടതിക്കില്ലേ? നമ്മൾ കോടതിയെ വിമർശിക്കുമ്പോഴേ അതിന് ഒട്ടും ആദരവില്ലാതെയല്ല. പക്ഷേ ഭക്തജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഈ കേസിന്റെ ഗതി എങ്ങനെയാകും എന്നതിനെ സംബന്ധിച്ച്. മുൻകാലങ്ങളിലുള്ള അനുഭവം വെച്ചുകൊണ്ട് പല കേസുകളും ഇതേപോലെ ഉണ്ടാകുമ്പോഴൊക്കെ ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഇന്ന് ഉണ്ടാകാറുള്ളത്. ഇതിലും അങ്ങനെ തന്നെ സംഭവിക്കൂ. അയ്യപ്പന്റെ സ്വത്ത് നഷ്ടപ്പെടുത്തിയ ആളുകൾ രക്ഷപ്പെട്ടു പോകുന്ന, നെഞ്ചു വിരിച്ചു നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഭയം ഭക്തജനങ്ങൾക്കുണ്ട്. ആ ഭയത്തിൽ യാതൊരു കുറവും ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോടതിയുടെ ഇത്തരം നടപടികൾ ഭക്തജനങ്ങളുടെ മുന്നിൽ ഒരു ട്രാൻസ്പെറൻസിയോടുകൂടിയ അന്വേഷണമാണ് എന്ന് വരുത്തുന്നതിൽ കുറച്ച് അപാകത സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസികളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്. ശരി, വളരെ നന്ദി ആർ.വി. ബാബു അഭിപ്രായം പങ്കുവച്ചതിന്. ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയധികം സമയം ഇവർക്ക് നൽകുന്നു എന്നത് ഒരു ചോദ്യചിഹ്നമാണ് എന്ന് അദ്ദേഹം പറയുന്നു.